ഒന്ന് യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളും ഒന്ന് നോൺ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളും. അപ്പോൾ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളിലേക്ക് നമുക്കറിയാം ഇന്ത്യയിലുള്ള പോലെ തന്നെ വിദേശങ്ങളിലും അതുപോലെ തന്നെയാണ് അക്കാഡമിക് സ്കോറാണ്. നിങ്ങളുടെ എത്ര കൂടുതൽ മാർക്ക് കിട്ടുന്നോ അത്രയും കൂടുതൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ കിട്ടും. അപ്പോൾ നിങ്ങളുടെ മാർക്കുകൾ ഈ പറയുന്ന ഒരു എബവ് 80 എബവ് 90 ഒക്കെ ആണെങ്കിലാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പിന്റെ എലിജിബിലിറ്റി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുക. അത് ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും UK ആണ്. ഏറ്റവും കുറവ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് പക്ഷേ കാനഡയാണ്. കാനഡ സ്കോളർഷിപ്പ് ആയിട്ട് തന്നെ അങ്ങനെ കൊടുക്കാറില്ല. അവരുടെ ഫീസ് 10 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം തന്നെ അവർ സ്കോളർഷിപ്പ് അവർ നിങ്ങളുടെ ഫീസ് വാങ്ങിക്കും. പക്ഷേ നിങ്ങൾക്ക് അവർ ബേഴ്സറീസ് തരും. ബേഴ്സറീസ് എന്ന് വെച്ചെങ്കിൽ അനദർ വേ ഓഫ് സ്കോളർഷിപ്പ് ആണ്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ ആ പർട്ടിക്കുലർ കാനഡയിലത്തെ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ നിങ്ങളുടെ പെർഫോമൻസ് അക്കാഡമിക് പെർഫോമൻസിന്റെ ബേസിൽ നല്ല പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ഇയറിലേക്കുള്ള ഫീസ് അവർ റെഡ്യൂസ് ചെയ്ത് തരും, നിങ്ങളുടെ ബുക്സ് അവർ റെഡ്യൂസ് ചെയ്ത് തരും, നിങ്ങളുടെ ട്രാവൽ കോസ്റ്റിനുള്ള കാർഡുകൾ അവർ തരും. സോ ഇവൻച്വലി യു വിൽ ബി മേക്കിംഗ് എ സേവിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പം നിങ്ങളുടെ സ്കോളർഷിപ്പ് വൈസ് അതാണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ് എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട രാജ്യങ്ങൾ UK യും അതേപോലെ തന്നെ ഓസ്ട്രേലിയ ആണ്. ഇഫ് യു ആർ ലൈക്ക് സ്കോറിംഗ് അബൌ 80% ആൻഡ് ഓൾ ദിസ് തിങ് യു വിൽ ബി ഗെറ്റിംഗ് ഒരു മിനിമം 500 എന്നുള്ള സ്കോറിലാണ് നിങ്ങൾക്ക് 500 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഏകദേശം രൂപയും 50,000 രൂപ അടുത്ത് വന്നു. അല്ല 5 ലക്ഷം വന്നല്ലേ, 5,000 യൂറോസ് എന്നൊക്കെ പറയുമ്പോൾ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അതിൽ കിട്ടുന്നുണ്ട്. സോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാർക്കിന്റെ ബേസിലാണ് പ്യൂർ ആയിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അയർലൻഡ് സ്കോളർഷിപ്പ് തരുന്നുണ്ട്, ഏകദേശം ഒരു 2,000 യൂറോസ് വരെയൊക്കെ തരുന്നുണ്ട്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാർക്കിന്റെ ബേസിൽ തന്നെയായിരിക്കും അത് വരുന്നുണ്ടായിരിക്കുക. ഇനി ഇതിൽ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഏർലി ബേർഡ് സ്കോളർഷിപ്പ് കിട്ടണം. ഏർലി ബേർഡ് കോമൺ ആണ്. അതായത് യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഇപ്പം ഈ ഫ്രൈഡേയുടെ പ്രത്യേകത ഇത് ബ്ലാക്ക് ഫ്രൈഡേ അല്ല, ഈ വരുന്ന ഫ്രൈഡേ ബ്ലാക്ക് ഫ്രൈഡേ ആണ്. ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് തുടങ്ങുന്നതിന് മുമ്പത്തെ ഫസ്റ്റ് ഫ്രൈഡേ, ക്രിസ്മസ് ഒരു മാസത്തെ ഫ്രൈഡേ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് ഗ്ലോബലായിട്ട് നടക്കുന്ന ഒരു സമയമാണ് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഏർലി ബേർഡ് എന്നുള്ളതെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അവരുടെ അഡ്മിഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് അവർക്ക് വരുന്ന ആദ്യത്തെ 500 ആപ്ലിക്കേഷൻസിനും അവർ ഏകദേശം ഒരു 500 യൂറോ വെച്ചിട്ട് അവർ സ്കോളർഷിപ്പ് കൊടുക്കും. ഓക്കെ, അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ആക്ച്വലി പോകാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത സെപ്റ്റംബർ 2024 ഈ ഇതിന്റെ അഡ്മിഷൻ പ്രോസസ് തുടങ്ങാൻ മിക്കവാറും ഒരു ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും, ജനുവരി 15 ആ സമയത്തൊക്കെ ആയിരിക്കും. അതേ സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏർലി ബേർഡ് എന്നുള്ള സ്കോളർഷിപ്പ് കിട്ടും. യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് 2 സ്കോളർഷിപ്പുകളാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ സ്കോളർഷിപ്പുകൾ വരുന്നുണ്ട്. സ്കോളർഷിപ്പുകൾ വരുന്നുവെച്ചെങ്കിൽ ഈ സ്കോളർഷിപ്പുകളിലൊക്കെ ബേസ് എന്ന് പറയുന്നത് അക്കാഡമിക് തന്നെയാണ്. 50% വെയിറ്റേജും അക്കാഡമിക് മാർക്സിനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്കോളർഷിപ്പ് വേണോ, നല്ല റിസൾട്ട് കിട്ടിയേ തീരുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക്സിൽ തന്നെ നിങ്ങളുടെ സപ്ലീസ് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ അറ്റംപ്റ്റ് നടത്തി, നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിട്ടുള്ള ആളാണോ, നിങ്ങൾ എത്ര കൂടുതൽ സപ്ലൈ വരുത്തുന്നു, അത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി, അതായത് നിങ്ങൾ ചിലപ്പോൾ പനി കാരണമോ വല്ല അസുഖം കാരണമോ ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തതായിരിക്കാം, പക്ഷെ അവർ അതിനെ സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ പാസ്സായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അക്കാഡമിക്കിന്റെ 50% വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ വരുന്നൊരു വലിയൊരു വെയിറ്റേജ് എന്ന് പറയുന്നത് IELTS അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ IELTS TOEFL അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് നിങ്ങളുടെ ഈ PT എന്നുള്ള സ്കോറോ ഏതാണെങ്കിലും ആ അക്കാഡമിക് പ്രൊഫഷൻസിയും അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ലാംഗ്വേജ് അറിയുമെങ്കിൽ ആ ലാംഗ്വേജും നല്ലതാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലത്തെ തമിഴ്, മലയാളം, ഹിന്ദി എന്നുള്ളതല്ല, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ് ഇങ്ങനത്തെ ഏതെങ്കിലും അഡീഷണൽ ലാംഗ്വേജ് അറിയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പോയിന്റ്സ് കിട്ടും. ഓക്കെ, നമുക്കിനി ഇംപ്രൂവൈസ് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ പബ്ലിഷേഴ്സ് എന്ന് നിങ്ങളുടെ ആർട്ടിക്കിൾസോ എന്തെങ്കിലും റൈറ്റപ്സോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മാഗസിൻസിലോ നിങ്ങളുടെ ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ കോളേജ് മാഗസിനിലാണെങ്കിലും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കുക. അതല്ല ഇനി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചെയ്യാൻ പോകുന്ന നിങ്ങൾ എവിടെയെങ്കിലും ഈ സാധനം പബ്ലിഷ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കോപ്പീസ് എടുത്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആമസോണിലൊക്കെ പബ്ലിഷ് ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് വെയിറ്റേജ് കൂടുതലാണ്. ഇനി നിങ്ങളുടെ നോൺ കരിക്കുലം ആക്ടിവിറ്റീസ്, അതായത് നിങ്ങളുടെ ലൈക്ക് അത്ലറ്റിക് അല്ലെങ്കിൽ ഡാൻസ് അങ്ങനത്തെ പ്രോഗ്രാംസ് സംഭവങ്ങളൊക്കെ അതിലെ വെറുതെ സർട്ടിഫിക്കേഷൻ അല്ല, അറ്റ്ലീസ്റ്റ് നോൺ കോളേജ് ആയിട്ടുള്ള ഒരു അഗ്രിയബിൾ ബോഡി, അപ്പുറത്തെ നമ്മുടെ ഒരു ഗ്രാമസഭ അങ്ങനത്തെ അല്ല, അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് വൈസോ
ഒരു ഒഫീഷ്യാലിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ്, അതായത് നമുക്ക് വീണ്ടും ഒരു ദിവസം വന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റേഷൻ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങൾ, അങ്ങനത്തെ സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഇവരൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യാനായിട്ട് അവർ മിക്കവാറും വെബ്സൈറ്റാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റിലുള്ള കമ്പനികളും അല്ലെങ്കിൽ അങ്ങനത്തെ ഓർഗനൈസേഷനുകളും ആയിരിക്കണം ഈ പറയുന്ന നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ ഒക്കെ തരുന്നത്. ഓട്ടം, ചാട്ടം, ഡാൻസ്, വാട്ട് എവർ ദ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ പഠിക്കുന്ന കോളേജുകളല്ല, അതർ ദാൻ ദ കോളേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന, പക്ഷേ വിദേശത്ത് ഈ പറഞ്ഞ പോലെ മിക്ക സാഹിബന്മാരും അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യമാണ് ചാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചാരിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല എത്രമാത്രം ചാരിറ്റി മൈൻഡഡ് ആണെന്നുള്ളത്. പക്ഷേ വെള്ളപ്പൊക്കം വന്ന സമയത്തൊക്കെ ടോവിനോ ഒക്കെ വന്നിട്ട് ക്രൈസ്റ്റ് കോളേജിലാന്ന് തോന്നുന്നല്ലേ, കുറെ വളരെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കണ്ടിരുന്നു. പക്ഷെ അതൊന്നും ക്വാണ്ടിഫയബിൾ അല്ല, അതൊന്നും റെക്കോർഡഡ് അല്ല. നമുക്ക് ബേസിക്കലി റെക്കോർഡഡ് ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങളുടെ റെഡ് ക്രോസിന്റെ കുറെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും നോക്കുക. അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏത് സ്ഥാപനങ്ങളിലും നിങ്ങൾ ചാരിറ്റി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ചാരിറ്റി വർക്ക് നിങ്ങൾ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റിന് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. അപ്പം സ്കോളർഷിപ്പിന് ചെറിയ എമൗണ്ട് അല്ല, നിങ്ങൾക്ക് ഏകദേശം 50 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് തരുന്ന യൂണിവേഴ്സിറ്റി ഇതുണ്ട്, ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. ഇറാസ്മസ് മുണ്ടസ് ഒക്കെ കിട്ടുന്നതായിരിക്കും, കിട്ടാൻ പാടാണ്, നല്ലോണം നമ്മൾ എഫർട്ട് എടുക്കണം. ഒരു വർഷം അതിന്റെ സ്കോളർഷിപ്പിന്റെ വർക്കിന് പിന്നാലെ നിന്ന് നിൽക്കേണ്ടി വരും. ഈ ആർട്ടിക്കിൾസ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ ചാരിറ്റി വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് നല്ലോണം എഫർട്ട് ഇട്ട് വരും. 50 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതല്ലാതെ ഷെവനിൽ നിന്നുള്ള സ്കോളർഷിപ്പുകളുണ്ട്, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്കോളർഷിപ്പുകളുണ്ട്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വാതിലുകളൊന്നും അടയുന്നില്ല, എല്ലാ വാതിലുകളും ഓപ്പൺ ആണ്. നിങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം യു കെയിലേക്ക് ഞാൻ കൂടെ തന്നെ പോയൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഗ്രേറ്റ് എന്നുണ്ട് ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയുടെ 10,000 യൂറോസിന്റെ, അതായത് 10 ലക്ഷത്തിന്റെ 10,000 GBP പൗണ്ട്സിന്റെ സ്കോളർഷിപ്പാണ് കിട്ടിയിട്ടുള്ളത്, ദ വോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ധാരാളം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ ബേസിക്കലി വില്ലിംഗ് ആണ്, നിങ്ങൾ സ്കോളർഷിപ്പിന് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, താങ്ക് യു.